യോശുവ 22 അധ്യായം. അക്കാലത്ത് യോശുവ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതി ഗോത്രത്തെയും വിളിച്ചു അവരോട് പറഞ്ഞത്, യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കാലമൊക്കെയും നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ചു നടന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കും യഹോവയുടെ ദാസനായ മോശെ യോർദാൻ അക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശ ദേശത്തേക്കും മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ. ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ച് യാത്ര അയച്ചു. അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു. മനശ്ശെയുടെ പാതി ഗോത്രത്തിന് മോശെ ബാശാനിൽ അവകാശം കൊടുത്തിരുന്നു. മറ്റേ പാതി ഗോത്രത്തിന് യോർദാൻ ഇക്കരെ പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു. അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞത്, വളരെ നാൽക്കാലികൾ, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുകയും നിങ്ങളുടെ ശത്രുക്കളുടെ പക്കൽ നിന്ന് കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിട്ടുകൊള്ളുകയും ചെയ്യുവിൻ. അങ്ങനെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശ ദേശമായ ഗിലെയാദ് ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ശീലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ട് പുറപ്പെട്ടു. അവർ കനാൻ ദേശത്തിലെ യോർദാന്യ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും യോർദാന് സമീപത്ത് ഒരു യാഗപീഠം, കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പണിതു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും കനാൻ ദേശത്തിന്റെ കിഴക്ക് പുറത്ത് യോർദാന്യ പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് എതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു. ഇസ്രായേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ശീലോവിൽ ഒന്നിച്ചുകൂടി. ഇസ്രായേൽ മക്കൾ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതിഗോത്രത്തിന്റെയും അടുക്കൽ പുരോഹിതനായ എലയാസാരിന്റെ മകനായ ഫീനെഹാസിനെയും അവനോടുകൂടെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഓരോ പിതൃഭവനത്തിന് ഓരോ പ്രഭു വീതം 10 പ്രഭുക്കന്മാരെയും അയച്ചു. അവരിൽ ഓരോരുത്തനും താന്താന്റെ പിതൃഭവനത്തിൽ ഇസ്രായേലി സഹസ്രങ്ങൾക്ക് തലവനായിരുന്നു. അവർ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതിഗോത്രത്തിന്റെയും അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കേണ്ടതിന് ഒരു യാഗപീഠം പണിത് ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്ത്? പെയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ? അത് നിമിത്തം യഹോവയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്നുവരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ പോകുന്നുവോ? നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കുന്നു. നാളെ അവൻ ഇസ്രായേലിന്റെ സർവ്വസഭയോടും കോപിപ്പാൻ സംഗതിയാകും. നിങ്ങളുടെ അവകാശ ദേശം അശുദ്ധം എന്ന വരികിൽ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശ ദേശത്തേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവിൻ. എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കരുത്, ഞങ്ങളോടും മത്സരിക്കരുത്. സേരഹിന്റെ മകനായ ആഖാൻ ശവദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും മേൽ വീണില്ലയോ? അവൻ മാത്രമല്ലല്ലോ അവന്റെ അകൃത്യത്താൽ നശിച്ചത്. അതിന് രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും ഇസ്രായേലി സഹസ്രങ്ങളുടെ തലവന്മാരോട് ഉത്തരം പറഞ്ഞത്, സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു, ഇസ്രായേലും അറിയട്ടെ.
ഞങ്ങൾ യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ, അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നിന്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ. യഹോവയെ വിട്ടുമാറേണ്ടതിന് ഞങ്ങൾ ഒരു യാഗപീഠം പണിതു എങ്കിൽ, അല്ല അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിപ്പാനോ സമാധാനയാഗങ്ങൾ കഴിപ്പാനോ ആകുന്നു എങ്കിൽ യഹോവ തന്നെ ചോദിച്ചു കൊള്ളട്ടെ. നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുമായി നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ? ഞങ്ങളുടെയും രൂബേന്യരും ഗാദ്യരുമായ നിങ്ങളുടെയും മധ്യേ യഹോവ യോർദാനെ അതിരാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് യഹോവയെ ഭയപ്പെടാതിരിപ്പാൻ സംഗതി വരുത്തും എന്നുള്ള ശങ്ക കൊണ്ടല്ലയോ ഞങ്ങൾ ഇത് ചെയ്തത്? അതുകൊണ്ട് നാം ഒരു യാഗപീഠം പണിക എന്ന് ഞങ്ങൾ പറഞ്ഞു. ഹോമയാഗത്തിനല്ല, ഹന്യയാഗത്തിനുമല്ല. ഞങ്ങൾ യഹോവയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹന്യയാഗങ്ങളാലും സമാധാനയാഗങ്ങളാലും അവന്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും, നിങ്ങളുടെ മക്കൾ നാളെ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിനും, ഞങ്ങൾക്കും നിങ്ങൾക്കും നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കേണ്ടതിനും അത്രേ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ, ഹോമയാഗത്തിനല്ല ഹന്യയാഗത്തിനുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം കാൺമിൻ എന്ന് മറുപടി പറവാൻ ഇടയാകും. ഞങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയുടെ തിരുനിവാസത്തിന്റെ മുൻപാകെയുള്ള അവന്റെ യാഗപീഠം ഒഴികെ ഹോമയാഗത്തിനോ ഭോജനയാഗത്തിനോ ഹന്യയാഗത്തിനോ വേറൊരു യാഗപീഠം ഉണ്ടാക്കിയിട്ട് യഹോവയോട് മത്സരിക്കുകയും ഇന്ന് യഹോവയെ വിട്ടുമാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ മക്കളും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫീനെഹാസും അവനോടുകൂടെ സഭയുടെ പ്രഭുക്കന്മാരായി ഇസ്രായേലിലെ സഹസ്രങ്ങൾക്ക് തലവന്മാരായവരും കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. പുരോഹിതനായ എലെയാസാരിന്റെ മകൻ ഫീനെഹാസ് രൂബേന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനശ്ശെയുടെ മക്കളോടും, നിങ്ങൾ യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായ്ക കൊണ്ട് യഹോവ നമ്മുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇസ്രായേൽ മക്കളെ യഹോവയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പുരോഹിതനായ എലെയാസാരിന്റെ മകൻ ഫീനെഹാസും പ്രഭുക്കന്മാരും രൂബേന്യരെയും ഗാദ്യരെയും വിട്ട് ഗിലെയാദ് ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവരോട് വസ്തുത അറിയിച്ചു. ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. രൂബേന്യരും ഗാദ്യരും പാർത്ത ദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെ കുറിച്ച് പിന്നെ മിണ്ടിയതേയില്ല. രൂബേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടു.